ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാർ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്ത്. സ്വാതി മാലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ട് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ആരെയും അറസ്റ്റ് ചെയ്യാം എന്ന സ്ഥിതിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഡൽഹി പോലീസ് ബിഭവ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. മുൻകൂട്ടി അറിയിക്കാതെയാണ് പോലീസ് നടപടിയെന്ന് ബിഭവിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. സ്വാതി മലിവാളിന്റെ പരാതിയിലെ അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും തന്റെ പരാതി കൂടി പരിഗണിക്കണം എന്നും ആവശ്യപ്പെട്ടുള്ള ബിഭവിന്റെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വൈകിട്ട് 4:15ഓടെയാണ് ബിഭവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. നാളെ BJP ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കും. कल मैं 12 बजे अपने सभी बड़े नेताओं के साथ MLAs, MPs सबके साथ 12 बजे BJP हेडक्वार्टर आ रहा हूं. जिसको आप जेल में डालना चाहते हो आप जेल में डाल लो, एक साथ जेल में डाल दो. आपको लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे? സ്വാതി മലിവാളിന്റെ വലത് കണ്ണിന് താഴെയും ഇടത് കാലിനും ചതവ് ഏറ്റിട്ടുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സ്വാതിയുടെ പരാതിയിൽ ആരോപിക്കുമ്പോഴുള്ള പരിക്കുകൾ മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. വിവാദത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ആം ആദ്മി. സ്വാതിയെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ വസതിയിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി പങ്കുവച്ചു. പരാതിയിലെ ആരോപണങ്ങൾ കളവാണെന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. 24 ഡൽഹി.